ബ്ലൂ സിറ്റി അതായത് നീലനഗരം എന്ന് വിളിപ്പേരുള്ള ജോധ്പൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിൽ തന്നെ ഉമദ് ഭവൻ പാലസ് കാണാനാണ് പോകുന്നത്. പഴയ കെട്ടിടങ്ങളുടെ പ്രബലമായ വർണ്ണ സ്കീം കാരണം ബ്ലൂ സിറ്റി എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങൾക്ക് മെഹ്റാൻഗഡ് കോട്ടയുടെ വീഡിയോയിൽ കാണാവുന്നതാണ്. താർ മരുഭൂമിയുടെ മനോഹരമായ ഭൂപ്രകൃതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൊട്ടാരവും കോട്ടയും ക്ഷേത്രങ്ങളും ഉള്ള പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് ജോധ്പൂർ. 1459 നഗരം സ്ഥാപിച്ച റാവു ജോധയിൽ നിന്നാണ് ജോധ്പൂർ എന്ന പേര് വന്നത്. ജോധ് എന്നത് റാവു ജോധയെ പ്രതിനിധീകരിക്കുന്നു. പൂർ എന്നാൽ സംസ്കൃതത്തിൽ നഗരം അല്ലെങ്കിൽ പട്ടണം എന്നാണ്. അങ്ങനെയാണ് ജോധ്പൂർ എന്ന പേര് വന്നത്. ഉമദ് ഭവൻ പാലസ് ഒരു വലിയ കൊട്ടാരമാണ്. ഈ പാലസിൽ കയറാൻ ഇന്ത്യക്കാർക്ക് 30 രൂപയും വിദേശികൾക്ക് 100 രൂപയുമാണ്. 5 മുതൽ 11 വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയാണ്. പാലസ് കാണാനുള്ള സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. മിനിമം 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും ഈ പാലസ് നടന്നു കാണാൻ. ഉമദ് ഭവൻ കൊട്ടാരവും മ്യൂസിയവും അതിൻ്റെ സ്ഥാനം, വാസ്തുവിദ്യ, ചരിത്രപരമായ പൈതൃകം എന്നിവയാൽ പ്രശസ്തമാണ്. കൊട്ടാരത്തിലേക്കുള്ള യാത്ര നിങ്ങളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകും. ഡൺ കളർ അതായത് സ്വർണ്ണ മഞ്ഞ മണൽക്കല്ലുകൾ കൊണ്ടാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. 347 മുറികളുള്ള ഈ കൊട്ടാരം മുൻ ജോധ്പൂർ രാജകുടുംബത്തിൻ്റെ പ്രധാന വസതിയാണ്. കൊട്ടാരത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 രാജാവും കുടുംബവും താമസിക്കുന്ന വസതി, 2 താജ് പാലസ് ഹോട്ടൽ, 3 രാജകുടുംബത്തിന്റെ ചരിത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു മ്യൂസിയം. നമുക്ക് ഈ മ്യൂസിയം മാത്രമേ കാണാൻ പറ്റൂ. മഹാരാജ ഉമർ സിംഗിന്റെ ചെറുമകനായ മഹാരാജ ഗജ് സിംഗ് രണ്ടാമന്റെ രാജകീയ വസതിയായി ഈ കൊട്ടാരം പ്രവർത്തിക്കുന്നു. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജാവിനെ കാണാൻ പറ്റും. ബാക്കി ഭാഗം മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്ക് കാണാൻ തുറന്നുകൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പഴയ കാലത്തെ കൊട്ടാരത്തിന്റെ ചില ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഉമദ് ഭവൻ പാലസിന്റെ മിനിയേച്ചറാണ്. ഉമദ് ഭവൻ പാലസിന്റെ ചരിത്രം എന്തെന്നാൽ, ജോധ്പൂർ 1920കളിൽ തുടർച്ചയായി 3 വർഷം കടുത്ത വരൾച്ചയും ക്ഷാമവും നേരിട്ടു. ഇതിനെ അതിജീവിക്കാൻ ഗ്രാമവാസികൾ അന്നത്തെ രാജാവ് ഉമദ് സിംഗിന്റെ സഹായം തേടി. കർഷകർക്ക് ജോലി നൽകാനായി ഒരു ആഡംബര കൊട്ടാരം പണിയാൻ രാജാവ് തീരുമാനിച്ചു. 1929 അദ്ദേഹം തന്നെ കൊട്ടാരത്തിന്റെ അടിത്തറയ്ക്ക് തറക്കല്ലിട്ടു. ഇതിന്റെ നിർമ്മാണത്തിൽ ഏകദേശം 2000 മുതൽ 3000 ആളുകൾക്ക് ജോലി ലഭിച്ചിരുന്നു. പ്രശസ്ത വാസ്തുശില്പിയായ ഹെൻറി ലാഞ്ചസ്റ്ററാണ് കൊട്ടാരം രൂപകൽപ്പന ചെയ്തത്. ആളുകൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം ഉദ്ദേശിച്ച് മന്ദഗതിയിലാണ് കൊട്ടാരം പണിതത്. 1943 ഇത് പൂർത്തീകരിക്കുകയും ചെയ്തു. 11 മില്യൺ രൂപയാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണ ചെലവ്. 1943 ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജകീയ വസതികളിൽ ഒന്നായി. ഉമർ സിംഗ് 4 വർഷം മാത്രം അവിടെ താമസിച്ച് 1947 അദ്ദേഹം അന്തരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ ഹൻവന്ത് സിംഗ് 1952 പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വിമാനം തകർന്ന് മരിച്ചു. ഹൻവന്ത് സിംഗിന്റെ പുത്രനായ ഗജ് സിംഗ് രണ്ടാമൻ കൊട്ടാരത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയും 1971 കൊട്ടാരത്തിന്റെ ഒരു ഭാഗം ഹോട്ടലാക്കി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് കൊട്ടാരത്തിന്റെ അകത്തുള്ള ഒരു താഴികക്കുടമാണ്, അതായത് സെൻട്രൽ ഡോം. ഇതിന് 43 അടി ഉയരം ഉള്ളപ്പുറം താഴികക്കുടത്തിന്റെ ആന്തരിക ഭാഗത്ത് 103 അടി ഉയരവുമുള്ള കമാനമാണ് പ്രധാന ആകർഷണം. രാജാവ് താമസിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾ ഈ മ്യൂസിയത്തിൽ ചിത്രങ്ങളാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നു.
ഈ മ്യൂസിയത്തിൽ രാജാവും രാജ്ഞിയും ധരിച്ചിരുന്ന പരമ്പരാഗതമായ ആഭരണങ്ങളുടെ ഒരു കലവറയാണ്. എല്ലാം വിലമതിക്കാൻ കഴിയാത്ത ആഭരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണാനേ പറ്റൂ. തൊടാൻ പോലും പറ്റത്തില്ല. എല്ലാം ചില്ലിൻ കൂട്ടിൽ പൂട്ടിവെച്ചിരിക്കുകയാണ്. ഇനി കാണുന്നത് ഇൻഡോ-സാര സൈനിക് ക്ലാസിക്കൽ റിവൈവൽ വെസ്റ്റേൺ ആർട്ട് ഡെക്കോ ശൈലികളുടെ സംയോജനമാണ്. ഇൻഡോ ഡെക്കോയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. രൂപങ്ങളെല്ലാം വ്യക്തവും കൃത്യവുമാണ്. ഇതെല്ലാം രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ സ്വകാര്യ വസ്തുക്കളാണ്. ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൽ എത്തി. സെലിബ്രിറ്റികളുടെ വിവാഹ ഡെസ്റ്റിനേഷനാണ് ഉമദ് പാലസ്. പ്രിയങ്ക ചോപ്രയുടെയും നിക് ജോനാസിൻ്റെയും വിവാഹം ഇവിടെയാണ് നടന്നത്. കൂടാതെ എലിസബത്ത് ഹാർലിയും അരുൺ നായരും ഋഷിക ലുലയും ആദിത്യ സിംഗിൻ്റെയും വിവാഹം ഈ കൊട്ടാരത്തിലാണ് നടന്നത്. ഈ കാണുന്ന ഒന്നാമത്തെ നിലയിലാണ് ഗജരാജ് സിംഗും കുടുംബവും താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണ്. ഇവിടുത്തെ തൂണുകൾ അന്നത്തെ വാസ്തുവിദ്യാ ശൈലിയായ ബ്യൂക്കസ് ആർട്ട് ശൈലിയെ പ്രതിനിധീകരിക്കുന്നു. വേറെ ഒരു പേര് ഇൻഡോ ഡെക്കോ ശൈലി എന്നും അറിയപ്പെടുന്നു. ഇനി ഞങ്ങൾ കാണാൻ പോയത് അമൂല്യമായ വിൻറ്റേജ് ക്ലോക്കുകളുടെ മ്യൂസിയത്തിലേക്കാണ്. ഇതെല്ലാം വിലമതിക്കാനാവാത്ത ക്ലോക്കുകളാണ്. ഈ കാണുന്ന ക്ലോക്കുകളുടെ എല്ലാം വേർഷനാണ് ഇപ്പോൾ കാണുന്ന ക്ലോക്കുകൾ. ഈ കാണുന്ന ക്ലോക്കിന്റെ ആകൃതിയിൽ സ്പെയിനിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇടതുഭാഗത്ത് കാണുന്നതാണ് താജിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടൽ. ഒരു റൂമിന്റെ ദിവസ വാടക 50,000 മുതൽ 1,00,000 വരെയാണ്. സീസൺ അനുസരിച്ച് വാടകയിൽ മാറ്റമുണ്ട്. ഉമദ് ഭവൻ പാലസ് എന്ന കൊട്ടാരം നല്ല ഭംഗിയുള്ള പൂന്തോട്ടത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലസ് മ്യൂസിയത്തിൻ്റെ ഹൈലൈറ്റ് മഹാരാജാക്കന്മാരുടെ ഉടമസ്ഥതയിലുള്ള വിൻറ്റേജ് കാറുകളുടെ ശേഖരമാണ്. റോൾസ് റോയ്സ്, ബെൻസ്, ഓസ്റ്റിൻ മാർട്ടിൻ തുടങ്ങിയ നിരവധി കാറുകളുടെ വ്യത്യസ്ത മോഡലുകൾ കാണാം. കാറുകൾ ഗ്ലാസ് റൂമിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം ഗ്ലാസിൽ അടിക്കുന്നത് കൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ഡ് വരുന്നത്. ഇനി ഞങ്ങൾ ജോധ്പൂരിലെ അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക.